ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇത് നമ്മുടെ 44-ാമത്തെ പാർട്ടാണ്. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ശിവ നേരെ പോയത് ദേവ കുറച്ചു കാലം മുമ്പ് വാങ്ങിയിരുന്ന ആ പഴയ നാലുകെട്ട് വീട്ടിലേക്കാണ്. ശിവ കാറിൽ നിന്നിറങ്ങിയതും ഒപ്പം ദേവയും രേവതി ഇറങ്ങി. എന്നാൽ പാർവണ ഒന്നും മിണ്ടാതെ കാറിനുള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. നീ എന്താ ഇറങ്ങണില്ലേ? ശിവ ഗൗരവത്തോടെ ചോദിച്ചു. എന്തിനാ ഇവിടേക്ക് വന്നിരിക്കണേ? എനിക്ക് ഓഫീസിലേക്ക് പോകണം, അവൾ പറഞ്ഞു. ഓഫീസിലേക്ക് പോവാം, അതിനു മുന്നേ കുറച്ച് കാര്യങ്ങളുണ്ട്. നീ കാറിൽ നിന്ന് ഇറങ്ങുക, കാറിന്റെ ഡോർ തുറന്നുകൊണ്ട് ശിവ പറഞ്ഞു. പാർവണം മനസ്സോടെ കാറിൽ നിന്ന് ഇറങ്ങി. പടിപ്പുര വാതിൽ തുറന്ന് ദേവ മുന്നിലേക്ക് നടന്നു. അവന് പിന്നിലായി പാർവണയും ശിവയും. രേവതി അകത്തേക്ക് കയറി. രേവതി ആ വീട്ടിലേക്ക് ഇതിനു മുമ്പ് വന്നിരുന്നതിനാൽ വലിയ അത്ഭുതങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ പാർവണ ആ വീടും പരിസരവും കൗതുകത്തോടെ നോക്കുമായിരുന്നു. ദേവ, ഒന്ന് വന്നേ, ശിവ അവനെയും വിളിച്ചു പുറത്തേക്ക് പോയി. ഇപ്പോൾ അവിടെ രേവതിയും പാർവണയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശിവയും ദേവിയും മനഃപൂർവ്വം തങ്ങളെ ഒറ്റയ്ക്കാക്കി പോയതാണെന്ന് മനസ്സിലാക്കിയ പാർവണ രേവതിയെ മൈൻഡ് ചെയ്യാതെ ആ വീട്ടിലെ ഉമ്മറത്തിനെ പോയിരുന്നു. ശേഷം ഫോണിൽ കളിക്കാൻ തുടങ്ങി. അത് കണ്ട് കുറച്ചു നേരം രേവതി എന്ത് ചെയ്യണമെന്നറിയാതെ അവിടെ തന്നെ നിന്നു. പിന്നീട് എന്തോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പാർവണയുടെ അരികിൽ വന്നിരുന്നു. രേവതി അടുത്തു വന്നിരുന്നതും പാർവണ അവിടെ നിന്നും കുറച്ച് നീങ്ങിയിരുന്നു. രേവതി വീണ്ടും അവളുടെ അരികിലേക്ക് നീങ്ങിയതും പാർവണ ദേഷ്യത്തോടെ അവളെ നോക്കി. തുമ്പി, രേവതി സൗമ്യമായി വിളിച്ചതും പാർവണയുടെ മുഖത്തെ ഗൗരവം മാറി. പക്ഷേ അടുത്ത നിമിഷം തന്നെ അവൾ ദേഷ്യത്തോടെ രേവതിയെ നോക്കിയ ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാൻ നിന്നു. അപ്പോഴേക്കും രേവതി അവളുടെ കയ്യിൽ പിടിച്ച് തൻ്റെ അരികിലിരുത്തിയിരുന്നു. തുമ്പി, പ്ലീസ്, എനിക്ക് പറയാനുള്ള നീ ഒന്ന് കേക്ക്. എനിക്കറിയാം തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയാണെന്ന്. എനിക്ക് ഇത്തരത്തിലുള്ള എക്സ്പ്ലനേഷൻ ഒന്നും കേൾക്കാൻ താല്പര്യമില്ല രേവതി. ഇത്രയും കാലം ദേവു എന്ന് വിളിച്ചിരുന്ന പാർവണയുടെ നാവിൽ നിന്ന് അത്തരത്തിലൊരു വിളി കേട്ടതും രേവതിക്കും വല്ലാത്തൊരു സങ്കടമായിരുന്നു. നിനക്ക് എന്നോട് വെറുപ്പാണ് തുമ്പി, എന്നോട് ദേഷ്യമാണോ? രേവതി വിതുമ്പിക്കൊണ്ടായിരുന്നു അത് ചോദിച്ചത്. അവളുടെ നിറമിഴികൾ കണ്ടപ്പോൾ പാർവണയ്ക്കും മനസ്സിൽ വല്ലാത്തൊരു സങ്കടം നിറഞ്ഞു നിന്നു. അത് മറച്ചു വെക്കാനായി അവൾ വേഗം മുഖം തിരിച്ചു. ഇത്രയും കാലം ഞാൻ അറിയാത്ത ഒരു കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ നീ അറിയാത്ത ഒരു കാര്യം എൻ്റെ ജീവിതത്തിലും. പക്ഷേ ഈ കാര്യം ഞാൻ മറച്ചു വെച്ചു. അതെൻ്റെ തെറ്റ് തന്നെയാണ്. പക്ഷെ നിനക്കൂടെ നല്ലൊരു ജീവിതം കിട്ടിയിട്ട് എല്ലാ കാര്യവും നിന്നോട് പറയാമെന്നാണ് ഞാൻ കരുതിയത്. നിന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നിന്നോട് പറയാതിരുന്നത്. ഞാനും ദേവേട്ടനും തമ്മിലുള്ള ഇഷ്ടത്തെക്കുറിച്ച് നീ അറിഞ്ഞ എൻ്റെ വീട്ടിൽ പറയും. കല്യാണം നടത്താൻ നീ തന്നെ മുൻകൈ എടുക്കുന്നു എനിക്കറിയാം. പക്ഷേ നിന്നെ ഒറ്റയ്ക്കാക്കി പോകാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ നിന്നോട് പറയാതിരുന്നത്. പക്ഷെ അത് കൂടുതൽ കാലം മറച്ചു വെക്കണം എന്ന് കരുതിയതല്ല. കാരണം നിന്നോട് കണ്ണൻ ഇഷ്ടം തുറന്നു പറയുന്നതിനൊക്കെ മുമ്പ് തന്നെ ആ കാര്യം അവൻ എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ കരുതിയത് നീ അവനോട് അനുകൂലമായ ഒരു മറുപടി നൽകുന്നതാണ്. പക്ഷെ എൻ്റെ പ്രതീക്ഷയെല്ലാം തെറ്റിച്ചുകൊണ്ട് നീ അവനോട് നോ പറഞ്ഞു. അതിനുശേഷം നിന്നോട് ഞാൻ പലവട്ടം പറയാൻ നിന്നതാ, പക്ഷെ കഴിഞ്ഞില്ല. അപ്പോഴും ഓരോ തടസ്സങ്ങൾ വന്നു. വെറുക്കല്ലേ തുമ്പേ, ഞാൻ നിന്റെ കാല് പിടിച്ച് മാപ്പ് പറയാം. രേവതി അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. അവളുടെ കണ്ണുനീർ തൻ്റെ തോളിനെ നനച്ചപ്പോൾ എന്തുകൊണ്ടോ പാർവണയുടെ ദേഷ്യവും പതുക്കെ അലിഞ്ഞില്ലാതായിരുന്നു. അവളും തിരികെ രേവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. എനിക്ക് പെട്ടെന്ന് നിന്നന്ന് അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എന്നോടെല്ലാം നീ മറച്ചു വെച്ചു എന്ന് പറഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യാതെ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളല്ലേ നീ. നീ തന്നെ എന്നെ പറ്റിച്ചു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റിയില്ല, തുമ്പിയും കരഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ശിവയും ദേവിയും ഒരു പുഞ്ചിരോടെ അവരുടെ അരികിലേക്ക് നടന്നു വന്നു. എനിക്കറിയായിരുന്നു തുമ്പിക്ക് അവളുടെ ഈ ദേവുവിനോട് അധികകാലം പിണങ്ങി നടക്കാൻ പറ്റില്ല എന്ന് ദേവ് ഒരു ചിരിയോടെ പറഞ്ഞു.
മുണ്ടണ്ട, ഞാൻ അനിയത്തിയാന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. തുമ്പി മുഖം കോട്ടിക്കൊണ്ട് പറഞ്ഞു. ഏട്ടന്റെ പെങ്ങള് പെണങ്ങല്ലേ, നിന്റെ കൂട്ടുകാരി തന്നെയാ നിന്നോട് പറയണ്ടെന്ന് പറഞ്ഞേ. പിന്നെ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. പക്ഷെ അതൊക്കെ ഇങ്ങനെയായി തീരുമെന്ന് ഞാനും വിചാരിച്ചില്ല. ദേവ തുമ്പിയുടെ അരികിൽ വന്ന് ഇരുന്നുകൊണ്ട് പറഞ്ഞു. ഇപ്പോൾ തുമ്പിയുടെ ഒരു ഭാഗത്ത് രേവതിയും ഒരു ഭാഗത്ത് ദേവിയുമാണ് ഇരിക്കുന്നത്. പാറുണ തൻ്റെ ഇരു കൈകൾ കൊണ്ട് അവരുടെ കൈകൾ കോർത്തു പിടിച്ചിരുന്നു. ഇതെല്ലാം കണ്ട് കുറച്ചപ്പുറത്തായി ശിവ നോക്കി നിൽക്കുക മാത്രമാണ് ചെയ്തത്. ശേഷം പതിയെ കുളത്തിനടുത്തേക്ക് നടന്നു. ഇത്തരത്തിൽ സ്നേഹമുള്ള സന്ദർഭങ്ങൾ നേരിട്ട് കാണാൻ ഇടവരുമ്പോൾ ശിവ എപ്പോഴും സത്യം ഓർക്കുമായിരുന്നു. കാരണം അവൻ്റെ ജീവിതത്തിലും അവനെ അത്രമേൽ സ്നേഹിക്കാൻ സത്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്യയ്ക്ക് മാത്രമേ അവനെ അതിന് കഴിഞ്ഞുള്ളൂ എന്നാണ് കൂടുതൽ സത്യം. ഐ മിസ് യു ഡിയർ. കുളപ്പടവിലിരിക്കുന്ന ശിവ വലത് കൈ തൻ്റെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് പറഞ്ഞു. കണ്ണുകൾ അടച്ചു. ഒരു തണുത്ത സ്പർശം തോളിൽ അറിഞ്ഞതും അവൻ കണ്ണു തുറന്നു നോക്കുമ്പോൾ തൻ്റെ മുമ്പിൽ പുഞ്ചിരിയോടെ നിൽക്കുന്ന പാറുണിയാണ് കണ്ടത്. സാറെന്ത് ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കണേ? അവൻ്റെ അരികിലിരുന്നു കൊണ്ട് പാറുണ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, ഒരു കോള് വന്നപ്പോൾ സംസാരിക്കാനായിട്ട് ഇവിടേക്ക് വന്നതാ. ശിവ തൻ്റെ നിറഞ്ഞ മിഴികൾ പാറുണ കാണാതെ തുടച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് സാറിൻ്റെ വീടാണോ? പാറുണ സംശയത്തോടെ ചോദിച്ചു. അതെ, ദേവ വാങ്ങിയതാ. അവന് ഒരുപാട് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ ഈ നാലുകെട്ട്. ഇവിടെയൊക്കെ കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ശരിക്കും എന്തോ ഒരു പ്രത്യേക ഭംഗി ഇവിടെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഈ നാലുകെട്ടും കുളവും മഞ്ചാടിമരവും എല്ലാം ഒരു പ്രത്യേക ഭംഗിയില്ലേ? കാരണം ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും രേവതിയുടെ കൈ പിടിച്ച ദേവ അവരുടെ അരികിലേക്ക് വന്നിരുന്നു. കല്യാണം കഴിക്കുന്നതിന് മുമ്പേ ഇങ്ങനെയൊന്നും നടക്കണ്ടാട്ടാ. അവരുടെ കൈകൾ വേർപെടുത്തിക്കൊണ്ട് അവരുടെ ഇടയിലേക്ക് കയറിക്കൊണ്ട് പാർവണം പറഞ്ഞു. അത് കേട്ട് ശിവയും ദേവയും ചിരിക്കാൻ തുടങ്ങി. നിന്റെ കാര്യം കൂടി ഒന്ന് ശരിയായിട്ട് നമുക്ക് കല്യാണം അടിച്ചു പൊളിച്ച് നടത്താം. ദേവ അവളുടെ തലയിൽ കൊട്ടിക്കൊണ്ട് പറഞ്ഞു. എന്റെ കാര്യം ശരിയാണെങ്കിൽ ദേ ഈ മനുഷ്യനോട് കൂടെ ഒന്ന് പറയ് എന്നെ കെട്ടാൻ, പാർവണ മനസ്സിൽ പറഞ്ഞു. അത് പറയുമ്പോൾ അവളുടെ കണ്ണുകൾ ശിവയുടെ മുഖത്തായിരുന്നു. അത് ദേവയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ശിവയാണെങ്കിൽ ഇതൊന്നും അറിയാതെ അകലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. നിങ്ങളെങ്ങനെ വെറുതെ കയറി വിടാൻ ഞാൻ സമ്മതിക്കുന്നില്ല. ഉടൻ തന്നെ നിങ്ങളെ വീട്ടിൽ കാര്യം പറയണം. അത്രയും നേരം തിരിച്ചുകൊണ്ടിരുന്ന പാറുണ ഗൗരവത്തോടെ പറഞ്ഞു. അതൊന്നും ഇപ്പം വേണ്ട. അത് കേട്ടതും രേവതി പറഞ്ഞു. അത് നീയല്ല തീരുമാനിക്കണേ, ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ പറയൂ. പിന്നെ ദേവസാറിന്റെ വീട്ടിൽ ശിവസാറ് പറയണം. പാറുണ ഒന്ന് ആലോചിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ പറയുന്ന കേട്ട് ശിവ ഒന്ന് തലയാട്ടി. ഇങ്ങനെ അധികം നേരം ഇവിടെ ഇരിക്കണ്ട, നമുക്ക് പോവാം. ശിവ കുളക്കടവിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ ഇന്നത്തെ പാട്ട് കഴിഞ്ഞു. ഇതൊരു കൊച്ചു പാർട്ടാണ്, എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ.